5 പേരുടെ മൃതദേഹമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൽ 2 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് മേപ്പാടി സ്വദേശിയായ നസീറ 44 വയസ്സുകാരിയാണ്. മിനിഞ്ഞാന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നാണ് അധികൃതർ പറഞ്ഞത്. അപ്പം ഒരു ബംഗാൾ സ്വദേശി ഗംഗ, ഈ 2 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ബാക്കി 3 പേരുടേത് ബന്ധുക്കളുമായി ആലോചിച്ചതിന് ശേഷം, സംസാരിച്ചതിന് ശേഷം ചെയ്യുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പോസ്റ്റ്മോർട്ടം ഏതായാലും ആരംഭിച്ചിട്ടില്ല. എന്നോടൊപ്പം ഇപ്പോൾ നസീറയുടെ ബന്ധുക്കളാണ് ചേരുന്നത്. ഈ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. അവിടെ നിന്ന് മാറ്റിയ സമയത്ത് തന്നെയാണോ മരിച്ചത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെ, ഈ വെന്റിലേറ്ററിൽ റിക്കവറായി വരികയായിരുന്നു. മരുന്നിനോടൊക്കെ പ്രതികരിച്ച് കഞ്ഞി ജ്യൂസാക്കി കൊടുത്തു. അങ്ങനെ ഡോക്ടർമാർ ഒരു പ്രതീക്ഷ നൽകി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ വെന്റിലേറ്ററിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാകുന്നത്. വലിയ പുക വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രോഗികളെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം എമർജൻസി ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. അത് ചവിട്ടി പൊളിച്ചാണ് ആൾ അകത്തേക്ക് കയറിയിട്ട്. റാമ്പ് ക്ലോസ് ആയിരുന്നു. റാമ്പിലൂടെ കൊണ്ടുവരേണ്ട ആൾ ഈ സ്റ്റെയറിലൂടെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്, വീൽ ചെയർ. അപ്പോൾ ഈ ടോട്ടൽ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് അടുത്ത ICUലേക്ക് മാറ്റാൻ ഒരു 15 മിനിറ്റ് പുറത്ത് നിർത്തേണ്ടി വന്നു. അപ്പോൾ ടോട്ടൽ ഒരു അരമണിക്കൂറോളം എന്തായി വെന്റിലേറ്റർ ഇല്ലാതെ പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ രോഗിക്കുണ്ടായി. അത് ICUയിൽ എത്തിയപാട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് തന്നെ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു പ്രതീക്ഷ, അതായത് പൾസ് കിട്ടുന്നില്ല, പൾസ് ലോ ആയിട്ടുണ്ട്, അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ ഡോക്ടർ ഞങ്ങൾ വിളിച്ച് ആൾ മരിച്ചു എന്ന് പറയാം. അതായത് വെന്റിലേറ്ററിൽ നിന്ന് ഒരു പ്രതീക്ഷയിൽ വന്ന ഒരു രോഗി ഈ ഒരു അത്യാഹിതം കാരണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഈ നഴ്സുമാരൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അവരുടെ ജീവൻ പോലും അവർ ശ്രദ്ധിക്കാതെ രോഗികളെ മാറ്റാൻ വേണ്ടി അവർ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഈ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ, അതായത് വേണ്ട എക്സിറ്റ്, എമർജൻസി എക്സിറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അത് ചവിട്ടി പൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതേപോലെ സെക്യൂരിറ്റിക്കാർ അവിടെ ഇല്ലായിരുന്നു. പുറത്തുനിന്ന് വന്ന രോഗികളുടെ കൂടെയുള്ള ആളുകളും ഈ പറയുന്ന നഴ്സുമാരും ഡോക്ടർ അടക്കമാണ് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി ഇത്രയും വലിയ ഒരു മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ആ ഒരു സമയത്ത് സെക്യൂരിറ്റികൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഗുരുതരമായ സംഗതിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവരുടെ മരണത്തിലേക്ക്, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് ഇതൊരു വലിയ കാരണമായിട്ടുണ്ട് ഈ ഒരു സംഭവം. ആശുപത്രി അധികൃതർ ഇന്നലെയൊക്കെ പറഞ്ഞു, ഏറ്റവും അവസാനമായി പ്രിൻസിപ്പളിന്റെ പ്രതികരണം വന്ന ഇന്നലെയാണ്, ഈ പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് മരണമില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അല്ല, പുക ഉയർന്നതുമായിട്ട് അല്ല, പക്ഷേ ഈ ഒരു അരമണിക്കൂർ ഓക്സിജൻ കിട്ടാതെ, വെന്റിലേറ്ററിലെ ഒരു രോഗിക്ക് വെന്റിലേറ്റർ സഹായം കിട്ടാതെ അരമണിക്കൂറോളം പുറത്ത് നിൽക്കേണ്ട, അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം ആണ് ഇവരെ മരണത്തിലേക്ക് നയിച്ചത്. ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ഈ മതിയായ ഓക്സിജൻ, ശ്വാസമൊക്കെ നൽകുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഇത് പമ്പ് ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എല്ലാവരും വളരെ ആശങ്കയോടുകൂടിയുള്ള ഒരു മാനസികമായിട്ടൊരു സംതൃപ്തി അല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സമയത്ത് ഈ പറയുന്ന ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവന് നഷ്ടമായത്. മെഡിക്കൽ കോളേജിലെ തന്നെ ICUയിലേക്കാണ് മാറ്റിയത്. ആ മാറ്റുന്നതിന് വേണ്ട ഒരു കാലതാമസം, അതിന് കുറേ ഇവരെ പ്രശ്നങ്ങളുണ്ട് ഈ നമ്മുടെ അധികാരികളുടെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഈ ഇത്രയും വലിയ ഒരു ICUയിൽ ഈ വെന്റിലേറ്ററിൽ വേണ്ട സൗകര്യങ്ങൾ, ഇങ്ങനൊരു ദുരന്തം ഉണ്ടായാൽ അവരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. അതൊരു കാരണമാണ്. കുറഞ്ഞത് ഒരു 300-ലധികം രോഗികൾ ഒരേ സമയം ഉണ്ടാകുന്ന ആശുപത്രിയാണ്. ഇത്രയധികം തന്നെ കൂട്ടിരിപ്പുകാരും ഉണ്ടാകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായില്ല എന്നതാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ഇരയായി മാറിയല്ലേ? അതെ, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്, അതിൻ്റെ കുറവുകളാണത്. നസീറയെ മിനിഞ്ഞാന്നല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്? ഇവിടെ രാത്രിയിലാണ് കൊണ്ടുവരുന്നത്, വയനാട് വിംസിന്ന്. അവിടുന്ന് അവിടെ ഒരുപാട് സാമ്പത്തിക ചെലവ് വരും ഈ ഒരു സംഗതിക്കെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം വന്ന് ഇവിടുന്ന് മരുന്നൊക്കെ കൊടുത്ത് അത് പ്രതികരിച്ച് വരുമായിരുന്നു.
അങ്ങനെ റിക്കവറായി വരുന്നു എന്ന് ഡോക്ടർ പ്രതീക്ഷ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ഒരു മഴ പെയ്തിരുന്നു, പിന്നെ മിന്നൽ ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ആ സമയത്ത് പുറത്തായിരുന്നു. പുറത്തുള്ള ആളുകൾ ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറിയിട്ടാണ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട്, ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടാൻ എന്തോ? ആരോഗ്യവകുപ്പ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിന് വേണ്ട സംവിധാനങ്ങൾ ഈ ഒരു കോളേജിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത് ആരോഗ്യവകുപ്പ് ഈ ഓരോരു വീഴ്ചയാണ്. അത് എങ്ങനെ ഓരോ ദുരന്തം ഉണ്ടാവുമ്പോൾ മാത്രം ചിന്തിക്കേണ്ടതല്ലല്ലോ. ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. ഇങ്ങനത്തെ വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ വലിയൊരു മെഡിക്കൽ കോളേജ് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുണ്ടായ ശേഷമല്ല ഇടപെടേണ്ടത്, അതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ രോഗികളെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ ആളുകൾക്ക് പരിശീലനം, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ കൂട്ടി കാണേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കും വ്യക്തമാകുന്നത്.